ശരി, അതിലും കൂടി അഡ്വക്കേറ്റ് അനിൽ ബോസ് മറുപടി നൽകാനുണ്ട്. കാരണം ഈ കേന്ദ്രവിഹിതവുമായി ബന്ധപ്പെട്ടുള്ള ഇവിടുത്തെ സമരങ്ങൾ, ഇടത് സർക്കാർ ഉയർത്തുന്ന ശക്തമായ പ്രതികരണങ്ങൾ, അതിനൊന്നും തന്നെ കോൺഗ്രസിന് പിന്തുണയുണ്ടായിട്ടില്ല, UDF-ന് പിന്തുണയുണ്ടായിട്ടില്ല. ഞങ്ങൾ ഒറ്റയ്ക്കാണ് അതിൽ സമരം ചെയ്തത് എന്ന് ആവർത്തിച്ച് ഇവിടെ ഇടതുപക്ഷം പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അഥവാ ഭരണത്തിലേറുകയാണെങ്കിലും ഇത് ചെറുതല്ലാത്ത രൂപത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ തോതിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് അതിനെ നേരിടേണ്ടി വരുമെന്നൊരു വിഷയം കൂടിയുണ്ട്. അതിനെങ്ങനെയാണ് ഇപ്പോൾ സമീപിക്കുന്നത്? ഒന്ന്, കർണാടക ഭരിക്കുന്നത് BJP അല്ല, കോൺഗ്രസ് പാർട്ടിയാണ്. കർണാടകയിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോഴുള്ള 2022 ശേഷമുള്ള ഡാറ്റ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ പലയിടങ്ങളിലും അവൈലബിൾ ആണ്. JTR അടക്കമുള്ള റിപ്പോർട്ടുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൗജന്യ യാത്ര കൊടുത്തതിന് ശേഷമുള്ള കാലഘട്ടം പരിശോധിച്ചാൽ തന്നെ ഈ കഴിഞ്ഞ വർഷത്തെ തന്നെ ലാഭം 5000 കോടിക്കടുത്താണ്. നാമമാത്രമായ കുറവ് മാത്രമാണ് അതിലുള്ളത്. 5000 കോടിക്കടുത്ത് അവിടുത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭമാണ്. അപ്പം ഇവിടെ ചോദിക്കുകയാണ്, ഇത് കേരളത്തിൽ വേണ്ടതല്ല, ഇത് ആരാ? എല്ലാവരും ഇപ്പോൾ 1, 1.5, 2 കോടി കാറുകളൊക്കെ കേരളത്തിലുണ്ട്. എല്ലാവരും കാറിലാണോ യാത്ര ചെയ്യുന്നത്? എല്ലാവരും കാറിലാണോ? എത്രയോ മേഖലകളിൽ തുണിക്കടകളിൽ നിൽക്കുന്നവർ, ചുമട്ടുതൊഴിലാളികൾ, പെയിന്റിങ്ങിന് പോകുന്നവർ, വീട്ടുജോലിക്ക് പോകുന്നവർ, എണ്ണിയാൽ ഒടുങ്ങാത്ത എത്രയോ മേഖലകളിലാണ് ആളുകൾ ജോലി ചെയ്യുന്നത്. 1.5 കോടിയിലധികം ആളുകൾ നിത്യേന ഉപയോഗിക്കുന്ന വാഹനമാണ് പൊതുഗതാഗതം എന്ന് പറയുന്നത്. അവിടെ ഒരു കുടുംബത്തിൽ 50 രൂപ പെർ ഡേ ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. അതിവിടെ കേരളത്തിന് വേണ്ടെന്നാണ് പറയുന്നത്. ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നതായിരുന്നു? എന്തിനാന്നേ കേന്ദ്രത്തിന്റെ മുന്നിൽ കൈനീട്ടാൻ പോകുന്നത്? നമുക്കിവിടെ കിട്ടാനുണ്ടല്ലോ പണം. ഈ സർക്കാരിന്റെ മുന്നിൽ ഫയലുകൾ ഇരിപ്പുണ്ടല്ലോ. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് തന്നെ ഇരിക്കുകയല്ലേ. ഈ 10-25 കോടി രൂപ പിരിഞ്ഞു കിട്ടാൻ കിടക്കുകയല്ലേ. എന്താ ഇവർ പിരിക്കുന്നില്ല? ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തിന്റെ പരാജയമല്ലേ? എന്തുകൊണ്ടാണ് ഈ വൻ കുത്തകകളടക്കം കൊടുക്കാനുള്ള കോടിക്കണക്കിന് രൂപ നികുതി പണം പിരിച്ചെടുത്താൽ ഇവിടുത്തെ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമല്ലോ? അത് കഴിഞ്ഞ 10 വർഷം തുടർച്ചയായ അധികാരം കൃത്യമായി കൈകാര്യം ചെയ്യല്ലേ ചെയ്തിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഇവർ പുറകോട്ട് പോകുന്നത്? ഈ നികുതി ഈടാക്കും. ഏതായാലും പാവപ്പെട്ട പെയിന്റടിക്കാൻ പോകുന്ന തൊഴിലാളികളുടെ അല്ലല്ലോ, ചുമടെടുക്കാൻ പോകുന്ന തൊഴിലാളികളുടെയും അല്ലല്ലോ ഈ നികുതി ഒന്നും പിരിച്ചു കിട്ടാനുള്ളത്. സമ്പന്ന ലോബിയുടേതാണ്. എന്തുകൊണ്ട് പിരിക്കാൻ കഴിയുന്നില്ല? 10-25 കോടി രൂപ, 4,000 കോടി രൂപ വേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ആ കുടുംബങ്ങളെ സഹായിക്കാൻ, സ്ത്രീ സമൂഹത്തെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നൊരു പാക്കേജ് അങ്ങേയറ്റം പോയാൽ 3000 കോടി, 4000 കോടി, ഇനി 5000 കോടി പിടിക്കുന്നത്. ഇവിടെ പിരിഞ്ഞു കിട്ടാനുള്ള പൈസ പിരിച്ച നടക്കുമല്ലോ. ഇപ്പൊ ഇവിടെ എന്റെ സ്നേഹിതൻ ജയചന്ദ്രൻ പറഞ്ഞു, ഇതിന് ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റിയൊക്കെ നമ്മൾ കൊടുത്തോളാം. ഇന്നലെ ഒരു പ്രഖ്യാപനമാണ്. അതിന്റെ വിശദാംശങ്ങൾ, മാനിഫെസ്റ്റോ, മറ്റു കാര്യങ്ങൾ, അതിന്റെ പദ്ധതി രൂപരേഖ, അതൊക്കെ ഞങ്ങൾ വിശദമാക്കിക്കൊള്ളാം ജനങ്ങളോട്. പക്ഷേ ഇവിടെ ഈ ചർച്ചയിൽ താങ്കൾ സ്വീകരിച്ച സമീപനം കേരളത്തിലെ മന്ത്രിമാർക്ക് സ്വീകരിക്കാമായിരുന്നല്ലോ. പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ പോകുന്നത് വിശദാംശങ്ങൾ വരട്ടെ, ഞങ്ങൾ പഠിച്ചിട്ട് പറയാൻ എന്തേ അവർ പറഞ്ഞില്ല? ഈ ചർച്ചയിൽ നിങ്ങൾ കാണിച്ച ഔചിത്യം, ഇടത് സഹയാത്രികൻ എന്നുള്ള നിലയിൽ താങ്കൾ കാണിച്ച ഔചിത്യം എന്തുകൊണ്ട് കേരളത്തിലെ പ്രതിബദ്ധത സമൂഹത്തോട് വേണ്ട മന്ത്രിമാർ കാണിച്ചില്ല? ഞങ്ങൾ പഠിച്ചിട്ട് പറയാം. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കട്ടെ. എന്താണ്, എവിടുന്നൊക്കെയാണ് കോൺട്രിബ്യൂഷൻ പ്രതീക്ഷിക്കുന്നത്? വരുമാനം എവിടുന്ന് ഉണ്ടാക്കും? എന്താണ് UDF-ന്റെ പോളിസി? അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ എന്ന് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങളുടെ മന്ത്രിമാർ പറഞ്ഞോ? പാർട്ടി നേതാക്കൾ പറഞ്ഞോ? നടക്കില്ല. കേരളം എന്താ പറയുക, നശിച്ചു പോകും. ഇതിൽ കൂടുതൽ നശിക്കാനാ? ഇതിൽ കൂടുതൽ ഈ പിണറായി വിജയന്റെ 10 വർഷത്തെ കെട്ടകാലത്തോളം വലിയൊരു നാശം ഇനി കേരളത്തിൽ വരാനില്ലെന്നേ. എന്തുകൊണ്ടാണ് G. സുധാകരൻ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് സുരേഷ് കുറുപ്പിനെ പോലെ മാന്യനായ രാഷ്ട്രീയക്കാരൻ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളം മുഴുവനുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പേരും ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന അനുദിനം സമാന്തര പാർട്ടികൾ പലരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാ? അവരെല്ലാവരും വന്ന് കോൺഗ്രസിൽ ചേരുമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഞങ്ങൾ പോലും അങ്ങനെ ധരിച്ചിട്ടില്ലല്ലോ. ഈ CPM നേതാക്കൾ ഇന്ന് നിങ്ങളോട് വിയോജിക്കുന്ന, ഈ ഗവൺമെന്റിനോട് വിയോജിച്ചുകൊണ്ട് പരസ്യമായി നിലപാടെടുക്കുന്നവരെല്ലാം നാളെ UDF-ന്റെ കൊടി പിടിക്കുമെന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷെ അവർ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അവിടെയാണ് പ്രിയപ്പെട്ട ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞത്, പുതിയൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ മുന്നോട്ട് വയ്ക്കുന്നു. അത് ഇടതുപക്ഷം മറന്നുപോയ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് ആക്കം പകരുന്ന തരത്തിൽ ജനപക്ഷ നിലപാട് നോക്കിക്കൊണ്ട് കൃത്യമായ ഒരു ഷിഫ്റ്റ് പൊളിറ്റിക്കൽ പോളിസിയിൽ, പൊളിറ്റിക്കൽ ലൈനിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വരുത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി. എനിക്ക് വളരെ ബോധ്യമുള്ള ആളാണ്. കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ലോകപരിചയമുള്ള നേതാക്കളടക്കം പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുടെ ഒരു ഷിഫ്റ്റ്, ഇടതുപക്ഷ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അതെങ്ങനെ പിടിച്ചു നിൽക്കും? വളരുന്ന കോർപ്പറേറ്റുകളുടെ സഹായമില്ലാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ലോകപരിചയമുള്ള ആളുകൾ ഇന്റേണൽ മീറ്റിങ്ങുകളിൽ പ്രതികരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ സ്ത്രീ സമൂഹമാകട്ടെ, തൊഴിലാളികളാകട്ടെ, കേരളത്തിലാണ്ട് 1.5 കോടിക്ക് മേളിൽ അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെന്ന്. പാവപ്പെട്ട ആളുകൾ ഇവിടെ പല പ്രാവശ്യം പ്രതിപാദിച്ചല്ലോ. ആശാവർക്കർമാർ എത്ര രൂപ അവരുടെ വരുമാനം?
എത്ര രൂപയാ വരുമാനം? തൊഴിലുറപ്പ് തൊഴിലാളികളുടെ എത്രയാ വരുമാനം? അപ്പോൾ ഒരു ദിവസം 250 300 കിട്ടുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലിക്ക് പോകുന്ന 50 രൂപ അവർക്ക് മിച്ചം പിടിക്കാൻ കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമാണോ? അത് കേരളത്തിലെ അമ്മമാർ സഹോദരിമാർ നല്ല തിരിച്ചറിവുള്ളവരാണെന്നേ. ശരി, അത് നിങ്ങളൊന്ന് പ്രതികരണം എടുത്തു നോക്ക്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ ഇവിടെ ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞ പോലെ നല്ലൊരു ഡിബേറ്റ് നടക്കട്ടെ. Debate with Smriti Parathikkad.